നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫർബാലപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പറയാൻ പോകുന്ന വീഡിയോയിൽ നമുക്ക് പ്രാവിൻ്റെ പ്രായം, അതായത് കള്ളി എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. അത് ഒരു പ്രാവ് കുട്ടി വിരിഞ്ഞു കഴിഞ്ഞാൽ 1 to 7 ദിവസം വരെ പ്രാവ് അവർക്ക് ക്രോപ്പ് മിൽക്ക് കൊടുക്കും. ക്രോപ്പ് മിൽക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ക്രോപ്പ് മിൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടപ്പാൽ. പ്രാവിന് തൊണ്ടപ്പാൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടൽ നിർബന്ധമാണ്. ഈ തൊണ്ടപ്പാൽ കിട്ടാതെ വരുമ്പോഴാണ് ഈ 2 കുട്ടി ഒന്ന് ചെറുപ്പം വലുപ്പം അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ഒരു കുട്ടിക്ക് നല്ല തൊണ്ടപ്പാൽ കിട്ടും, മറ്റേ കുട്ടിക്ക് കിട്ടാതെ വരുമ്പോൾ ചെറുപ്പം വലുപ്പം വ്യത്യാസം വരുന്നതാണ്. ഈ തൊണ്ടപ്പാൽ കിട്ടിയാൽ ആ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവുന്നു. അപ്പോൾ ആ കുട്ടി വലുതായി ഏകദേശത്തൊരു 25-30 ദിവസം 30 ദിവസത്തിനുള്ളിൽ അത് സ്വന്തമായിട്ട് തിന്നാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സൗണ്ട് മാറും, CP സൗണ്ട് എന്ന സൗണ്ട് മാറും. എന്നിട്ട് അതിൻ്റെ ശേഷം എന്നിട്ടാണ് ഓരോരോ കള്ളി പൊട്ടാൻ തുടങ്ങുക. ഈ കുട്ടി ഏകദേശം ഒരു 15-20 ദിവസം, ഒരു 20 ദിവസം, ഒരു 15-20 ദിവസം പ്രായം ഉള്ളിലുണ്ടാവും ഈ കുട്ടിക്ക്. ഒരു കിങ്ങിൻ്റെ കുട്ടിയാണത്. അപ്പോൾ ഇത് ഇനി വലുതാവുന്നുണ്ടെങ്കിൽ ഇനി ഒരു 20 ദിവസം 25 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് സ്വന്തം തിന്നാൻ തുടങ്ങും. ഇത് അടുത്ത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കള്ളി പൊട്ടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം കാണിച്ചു തരാം. ഇതൊരു ലാഹൂറിൻ്റെ കുട്ടിയാണ്. ഇത് സീറോ കള്ളി കുട്ടിയാണ്. സൗണ്ട് ഇപ്പോൾ മാറിയതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് അറ്റാണത്. ഈ 2 അറ്റം ഇവിടുന്ന് കള്ളി പറയാൻ തുടങ്ങുമ്പോൾ ഇതാണ് ഒന്നാമത്തെ കള്ളി എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് ഒരു കള്ളി ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഉണ്ടോ? ഇതേപോലെ തന്നെ ഇങ്ങോട്ടും വരും. ഇതേപോലെ തന്നെയാണ് ഇങ്ങേ സൈഡ്. നമ്മൾ ഇവിടുന്നാണ് എണ്ണാൻ തുടങ്ങുക. അപ്പോൾ ഈ കള്ളി വന്നിട്ട് ഇപ്പോൾ ഈ തൂവൽ ചാടിപ്പോവും. ഇത് ചാടിപ്പോയതിന് ശേഷം പുതിയ തൂവൽ മുളച്ച് വരുമ്പോൾ ഈ തൂവൽ ഫുള്ള അറ്റാവും. ഈ അറ്റാവുമ്പോൾ അറ്റം ഫുള്ളായി കഴിഞ്ഞാൽ അടുത്ത തൂവൽ പോവും, ഇത് നെക്സ്റ്റ് പോവും. അതേപോലെ ഈ ഓരോരോ തൂവൽ വലുതായി ചാടിപ്പോയതിന് ശേഷം പുതിയ തൂവൽ വന്ന ശേഷം വീണ്ടും പുതിയ തൂവൽ മുളച്ച് വരും. പുതിയ തൂവൽ മുളച്ച് ഫുള്ളായതിനു ശേഷം വീണ്ടും അടുത്തത് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ കള്ളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു പച്ച ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ കള്ളി പൊട്ടൽ തുടങ്ങിയിട്ടുള്ളത്. ഈ തൂവൽ കണ്ടില്ലേ, ഈ തൂവലാണ് ഇപ്പോൾ മുളച്ച് വരുന്ന തൂവലാണ്. ഇത് പുതിയ തൂവലാണ്. ഈ തൂവൽ വന്ന് വലുതായതിനു ശേഷം ഇതിൻ്റെ ഇടയിൽ വരുന്ന സാധനം ഇത് വലുതായി കഴിഞ്ഞാൽ ഇതാണ് പോവുക. ഇപ്പോൾ നമുക്ക് എത്ര കള്ളി നമുക്ക് ഇത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഒരു കള്ളിയാണ് ഈ പ്രാവിൻ്റെ പ്രായം. 2-3 പ്രാവിനെ നമുക്ക് കാണിച്ചിട്ടാണ്. ഇതൊരു ചൈനീസ് ഔളാണ്. നമുക്ക് ഇതിൻ്റെ പ്രായത്തിലാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രായം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് 1, 2, 3, 4. ഇപ്പോൾ ഇതിൻ്റെ പ്രായം 6 കള്ളിയാണ്. ഉണ്ടല്ലേ? അപ്പോൾ ഇത് 6ാമത്തെ കള്ളിയാണ് ഇതിൻ്റെ പ്രായം. ഇതേപോലെ തന്നെയാണ് ഇങ്ങേ സൈഡ് ഉണ്ടാവുള്ളൂ. അല്ല ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ, ചിലതൊക്കെ 1-2 ചെറിയ ഇതിന് വ്യത്യാസം വരും. കണ്ടില്ലേ? 1, 2, 3, 4. ഇപ്പോൾ ഇത് 4ാമത്തെ തൂവലാണ്. ഇപ്പോൾ 6ാമത്തെ തൂവലാണ് പോകുന്നത്. അപ്പോൾ ഇത് ലോങ് ഫേസ് കുട്ടിയാണിത്. ഇതിൻ്റെ തൂവൽ പോയത് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8. ഇതിൻ്റെ പ്രായം 2 കള്ളിയാണ്. കണ്ടോ? ഇതിൻ്റെ ചെറിയൊരു ക്യാപ്പ് കാണാം നമുക്ക്. ഇത് ഓരോരോ തൂവൽ പോണിനനുസരിച്ച് നമുക്കിങ്ങനെ ഈ ചിറക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ക്യാപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് 2 കള്ളിയാണ് ഇതിൽ ചാടിപ്പൊട്ടുന്നത്. ഇതേ മരത്തിന് നമുക്ക് ഇപ്പുറത്തും നോക്കാം. ഇത് അതേപോലെ തന്നെയാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഇതും 2ാമത്തെ കള്ളിയാണ്.
ഇതൊരു ബടാങ്കിൻ്റെ കുട്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ചിറകും നോക്കാം. ഇത് കുറച്ച് ഭയങ്കര ആരോഗ്യമുള്ള പ്രാവാണ്. തടി കൂടുതലുള്ള പ്രാവാണ്. അതുകൊണ്ട് അവിടെ തോല് പുതിയ തോല് വരുന്നുണ്ടില്ലേ, പുതിയ തോല് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രായം നോക്കാം നമുക്ക്. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇത് രണ്ടാമത്തെ കല്ലിയാണ്. ഇത് ഞാനിപ്പോൾ പറയണത് ഒന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ പുതിയ തൂവല് വരും. പുതിയ തൂവല് ഫുള്ളായി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത തൂവല് ചാടും. ഇത് ഇങ്ങനെ ഓരോരോ ചാടിനനുസരിച്ചിട്ടാണ് ഓരോ തൂവല്. ഇത് 10ാമത്തെ കള്ളി ഫുള്ളാകുമ്പോഴാണ് നമ്മൾ ഒരു പ്രാവിനെ ജോഡി മാറ്റി കയറ്റല്. ആണും പെണ്ണും നമുക്ക് ജോഡി ആക്കണമെങ്കിൽ 10 കള്ളിയെങ്കിലും മിനിമം ആവണം. അല്ലാതെ അതിന് ഇടയിൽ നമുക്ക് 5 കള്ളി 6 കള്ളിയിലൊന്നും പ്രാവിനെ ജോഡി കയറ്റാൻ പാടില്ല. കയറ്റി കഴിഞ്ഞാൽ അതിന് കുട്ടികളെ ആരോഗ്യം ചിലപ്പോൾ മുട്ടടും, കുട്ടികളെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ കുട്ടിക്ക് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും. ഓക്കെ, അതിൽ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യങ്ങളുണ്ട്. അതായത് പ്രാവ് കുട്ടി വിരിഞ്ഞ് വലുതായി തുടങ്ങി 2 മാസമാണ്. 2 മാസമായി കഴിയുമ്പോഴാണ് ഈ പ്രാവിൻ്റെ സൗണ്ട്, അതായത് കീക്കി സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് മാറിന് ശേഷമാണ് എന്നിട്ടാണ് കള്ളി പൊട്ടാൻ തുടങ്ങുക. ഓരോ കള്ളിക്കും ഇടയിൽ ഒരു 15 to 20 ദിവസം വരെ ഗ്യാപ്പ് വരും. ചില ബേഡ്സിന് മാത്രം കുറച്ച് ടൈം എടുക്കും. പ്രത്യേകിച്ച് ബൊക്കോറോ, അതേപോലെ ജാക്കോബിൻസ്, കുറച്ച് ഹെവി ബ്രീഡുകളാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതേപോലെ വെറും ഗോതമ്പ്, വെറും ഫിൻസർ, ഇങ്ങനത്തെ നമ്മുടെ ഫുഡുകൾ, ലോ ആയിട്ട് ഫുഡുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കള്ളി പൊട്ടാനും ടൈം എടുക്കും. അതിൻ്റെ ആക്ടിവിറ്റി എല്ലാത്തിനും ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആരോഗ്യത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ബേർഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കുകയാണെങ്കിൽ പ്രാവ് പെട്ടെന്ന് കള്ളി പൊട്ടാനും തുടങ്ങും. എപ്പോഴും ആരോഗ്യം ഉണ്ടാവും. അതേപോലെ 6 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിനെ പേര് ചെയ്താൽ കുട്ടികൾ എപ്പോഴും ആരോഗ്യമായിരിക്കും. അതേപോലെ തന്നെ ഒരു പ്രാവിൻ്റെ ഒരു ജോഡി, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ, ഒരേ ജോഡിയുടെ അച്ഛൻ്റെ അമ്മയുടെ മക്കൾ മെയിൽ ഫീമെയിൽ കൺഫേം ആവണമെങ്കിൽ തന്നെ അവരെ ഒരിക്കലും പേര് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരെ ബ്ലഡ് ലൈൻ മാറ്റുന്നതാണ് നല്ലത്. വേറെ ബ്ലഡിൽ നിന്ന് ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു മെയിൽ വാങ്ങി വേറെ ആളുടെ ഒരു ഫീമെയിൽ വാങ്ങി അതിനെ പേര് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. എല്ലാത്തിനും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാ ബ്രീഡിലും കുറ്റം പറയാൻ പറ്റില്ല. ചില ബ്രീഡുകളുണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ പേര് ചെയ്യാതെ വ്യത്യസ്തമായ 2 ബ്ലഡ് തമ്മിൽ നമുക്ക് 10 കള്ളിയിൽ ആയതിനു ശേഷം പേര് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. 10ാമത്തെ കള്ളി കഴിഞ്ഞതിന് ശേഷം പ്രാവിനെ പേര് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഒരു മാസം 1.5 മാസം ആകുമ്പോൾ തന്നെ അവർ മുട്ടിട്ട് കുഞ്ഞുങ്ങളാകാനും തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.